സോ വെൽക്കം ടു ദ വീഡിയോ ഓഫ് ലൈഫ് സ്റ്റൈൽ ബൈ അശ്വതി. സോ ഇന്ന് ആരും അധികം പോകാത്തൊരു റൂട്ടിലാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ട്രിവാൻഡ്രം ടു വാഗമൺ, അത് കഴിഞ്ഞിട്ട് വാഗമൺ ടു കൊടൈക്കനാലാണ് പോകുന്നത്. സോ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ ചെക്കൗട്ട് ചെയ്തു. വാഗമണിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. ഫുഡൊന്നും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ആക്ച്വലി. എനിക്കറിയില്ല, എന്തോ സംതിങ് മിസ്സിങ്, ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. അതിന് നമ്മൾ നേരെ ടീ ലേക്ക് ബോട്ടിങ്ങിലാണ് പോയത്. ഇവിടെ ബോട്ടിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. നമ്മൾ പിന്നെ വന്നപ്പോൾ ഇവിടെ ബോട്ടിങ് ചെയ്തിരുന്നു, ബട്ട് ഈ ടൈം ചെയ്തിട്ടില്ലായിരുന്നു. ഇതുപോലെ ബോട്ടിലൊക്കെ പോകാൻ പറ്റും. പിന്നെ ഇവിടെ ഒരുപാട് ഫിലിംസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. വരത്തൻ ചാർലി മൂവിയൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് നല്ല സീനിക് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ ഒരു എക്സോട്ടിക് ആയിട്ടുള്ള പ്ലേസ് ആണ്. ആ ഒരു തനത് ഇടുക്കിയിൽ എങ്ങനെ ആയിരിക്കും എന്നൊക്കെയുള്ള നമുക്ക് സീനിക്കായിട്ട് കാണാൻ പറ്റുന്ന ഒരു പ്ലേസാണ്. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഈ വീട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോൾ പോയാലും ഈ വീട്ടിലിരുന്ന് 2-3 ഫോട്ടോ എടുക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ഇടുക്കി ജില്ല ഇറങ്ങി നമ്മൾ നേരെ കമ്പം തേനി വഴി കൊടൈക്കനാലാണ് കേട്ടോ പോയത്. ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ നിന്ന് ഒന്ന് മൂവ് ചെയ്തിട്ടേ ഉള്ളൂ. മൂന്ന് വഴിയിലൊക്കെ അത്യാവശ്യം നല്ല സീനറീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവിടെ നമ്മളൊരു നല്ലൊരു പുഴ പോലെ ഒരു ഇത് ഉണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം അതൊരു കുഞ്ഞു പാലമാണ്, അപ്പോൾ ബ്ലോക്കായി പോകും. പിന്നെ നമ്മൾ എപ്പോഴും പോകുന്ന, അതായത് മെയിൻ റൂട്ടല്ല പോയത്, അപ്പോൾ ഇച്ചിരി കൂടെ ഒരു ഉൾപ്രദേശത്തിലൂടെയാണ് ഗൂഗിൾ മാപ്പ് കാണിച്ചത്, കാരണം നമുക്ക് വഴി അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ പോയപ്പോൾ ഈ വഴിയൊക്കെയാണ് പോയത്. പക്ഷേ ഇച്ചിരി പാടായിരുന്നെങ്കിൽ കൂടി നല്ല വ്യൂസൊക്കെ ആയിരുന്നു. അതായത് നമ്മൾ കമ്പന്തേനി മെയിൻ റൂട്ട് എത്തിയപ്പോൾ അവിടെ ഇച്ചിരി ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഒരുപാട് മങ്കീസിനെയൊക്കെ കണ്ടിട്ട് അത് കഴിഞ്ഞ് നമ്മുടെ ആ ഒരു കേരള ടു തമിഴ്നാട് കണക്ഷൻ റോഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആയിട്ടുള്ള റോഡും നല്ല സീനറീസിൻ്റെ കാളവണ്ടി ഒരുപാട് കണ്ടിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഫ്ലാറ്റായിട്ട് കിടക്കുന്ന റോഡ്സാണ്. അതുപോലെ തന്നെ ശ്രദ്ധിച്ച വേറൊരു കാര്യം, നമ്മൾ ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്. കേരളത്തിൽ നിൽക്കാൻ നല്ലൊരു തണുപ്പ്, തമിഴ്നാട്ടിൽ ഇറങ്ങുമ്പോൾ അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ചൂടും ആ ഒരു ഫീലിംഗ് ഒക്കെ കിട്ടും. ഹ്യൂമിഡും മാറി ക്ലൈമറ്റ് മാറുന്ന കാര്യമാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ കാറിൻ്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കമ്പന്തേനി ഭാഗത്തുള്ള മുന്തിരിത്തോട്ടത്തിലാണ് പോയത്. MSR മുന്തിരിത്തോട്ടം, അത് ഗ്രേപ്പ് ഫാം എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. ഇവിടെ പല ടൈപ്പ്, അതായത് പല സ്റ്റേജസിലുള്ള മുന്തിരി ഉണ്ട്. നമ്മൾ മെച്ചുറായതുണ്ട്, അതുപോലെ തന്നെ നമ്മൾ നട്ട് പിടിപ്പിച്ചേക്കുന്നുണ്ട്, ചെറിയ ചെറിയ കായും ഇതൊക്കെ വന്നതുണ്ട്, നല്ല ഗ്രേപ്പ് വൈൻ കളറായ മുന്തിരികളൊക്കെ ഉണ്ട്. നമ്മളെല്ലാം കാണാൻ മാത്രമേ പറ്റുള്ളൂ, നമ്മൾ പിക്ക് ചെയ്യാൻ പാടില്ല. അത് നമ്മളെല്ലാം കണ്ടു. പല പല സ്റ്റേജസിലുള്ള മുന്തിരിയുടെ ഗ്രോത്തും ഒക്കെ അവർ കാണിച്ചു തരും. അങ്ങനെ എല്ലാം കണ്ടു. മാത്രമല്ല ഇവിടെ നമുക്ക് ജ്യൂസൊക്കെ കിട്ടും, ഗ്രേപ്പ് ജ്യൂസ് ഫ്രഷ് ആയിട്ട് കിട്ടും. ഇത് ഇച്ചിരി പച്ചയാണ് കേട്ടോ, അതായത് ഒരു ഇനീഷ്യൽ സ്റ്റേജിലാണ്. അതിൽ നമുക്ക് ജാമ്, വൈൻ എല്ലാം അവിടെ കിട്ടും. ഇത് നല്ല പഴുത്ത മുന്തിരികളാണ്. ഇവിടെ നിന്ന് കുറേ ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് നേരെ നമ്മൾ ഹൈവേ വച്ച് പിടിച്ചത്. എന്ത് രസമാണ്, ക്ലൗഡ്സ് അല്ലേ. അത് കഴിഞ്ഞ് വീണ്ടും ഒരു സീനിക്കായിട്ടുള്ളൊരു സ്ഥലത്താണ് എത്തിയത്. നമ്മളിപ്പോൾ കൊടൈക്കനാൽ റൂട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കൊടൈക്കനാൽ എത്താറായി. നമ്മൾ ടോപ്പിലെത്തിയിട്ടില്ല. ടോപ്പിലെത്തുന്ന മുന്നേ ഉള്ള ഒരു ഇൻഡിക്കേഷനാണ് ഈ വെള്ളച്ചാട്ടം. നല്ല റെയിനി ആയിരുന്നു. അത് കഴിഞ്ഞ് ഈ ബിരിയാണി വെച്ചപ്പോൾ ഭയങ്കര ഒരു ആശ്വാസം. ലാസ്റ്റ് എത്തിയിരിക്കുകയാണ് കൊടൈക്കനാലിൽ. ഷോപ്പ് ചെയ്യാനായിട്ട് ടോപ്പിലെത്തി, ഷോപ്പൊക്കെ ചെയ്ത് ഹോട്ടലൊക്കെ ചെക്ക് ഇൻ ചെയ്തിട്ട് നിൽക്കുവാണ്. അത് കഴിഞ്ഞിട്ട് ഈ ചൂടൊന്ന് ബീറ്റ് ചെയ്യാനായിട്ട് നല്ല ചൂടുള്ള ചിക്കൻ ലോലിപോപ്പ് തന്നെ പറഞ്ഞു, വായൊക്കെ പൊള്ളിപ്പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ ഹോട്ടലിലോട്ട് വന്നു. സോ ഇതിൻ്റെ കണ്ടിന്യൂഷൻ വീഡിയോസ് ആയിരിക്കും. ഇനി ഡ്രസ്സൊന്നും മാറ്റാതെ വേണം കടകാൻ, കാരണം അത്ര നല്ല തണുപ്പുണ്ടായിരുന്നു. സോ ബാറ്റർ നെക്സ്റ്റ് വീഡിയോ വെയിറ്റ് ചെയ്യാം. ബൈ.